തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എൻ്റെ ആത്മീയ ശുശ്രൂഷയിലുള്ള ദോഹ സെൻറ്റ് ജെയിംസ് യാക്കോബായ സുറിയാനിപ്പള്ളിയുടെയും ബഹ്റിൻ സെൻറ്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനിപ്പള്ളിയുടെയും ബഹുമാനപ്പെട്ട വികാരിമാർക്കും അവിടുത്തെ വിശ്വാസി സമൂഹത്തിനും കർത്താവിൽ വാഴ്വ്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും സൗഖ്യവും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. വളരെ അസാധാരണവും അപ്രതീക്ഷിതവുമായ ഒരു ദുരന്തകാലത്തുകൂടെയാണ് നാം ഒക്കെ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഒരു ചെറിയ രോഗാണു ഇന്ന് ലോകത്തെ ആകമാനം സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. എവിടെയും രോഗഭീതിയും രോഗവ്യാപനവും മരണവുമൊക്കെ സംഹാരതാണ്ഡവമാടുകയാണ്. ഓരോ ദിവസവും മരിക്കുന്നവരുടെ എണ്ണവും രോഗം ബാധിക്കുന്നവരുടെ എണ്ണവുമൊക്കെ വർദ്ധിച്ചു വരികയുമാണ്. നിങ്ങളുടെ അവസ്ഥയും വ്യത്യസ്തമല്ല എന്നെനിക്കറിയാം. ഈ കാലത്ത് ഇതിനു മുമ്പ് ഞാൻ ഒരു ഇടയലേഖനം 2 പള്ളികൾക്കും അയച്ചിരുന്നത് ഓർക്കുമല്ലോ. അത് കഴിഞ്ഞ് 2 പള്ളിയിലെയും ബഹുമാനപ്പെട്ട അച്ഛന്മാരുമായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെടാറുണ്ട്. നിങ്ങളുടെ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. നിരണഭദ്രാസനത്തിലെ വൈദികരുമായി ചേർന്ന് ഞാൻ ഈ കാലങ്ങളിലൊക്കെ ഒരു ചെയിൻ പ്രയർ നടത്തുന്നുണ്ട്. നിങ്ങളുടെ വികാരി അച്ഛന്മാരും ആ പ്രാർത്ഥനാ ചങ്ങലയിൽ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ആ പ്രാർത്ഥനയിലും 2 പള്ളികളെയും നിങ്ങളെല്ലാവരെയും എല്ലാ ദിവസവും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശരീരം കൊണ്ട് ദൂരസ്ഥനാണെങ്കിലും മനസ്സുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും സമീപസ്ഥനായി നിങ്ങളോടൊപ്പം ഞാനുണ്ട് എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ ചിലർക്ക് രോഗബാധയുണ്ടായി എന്ന് ഞാൻ അറിയുന്നു. പലരും രോഗം ബാധിക്കുമോ എന്നുള്ള ആകാംക്ഷയിൽ കഴിയുന്നുണ്ട്. നിങ്ങളിൽ പലർക്കും ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്ക പലരുടെയും മുമ്പിലുണ്ട്. എന്ന് നാട്ടിൽ പോകാനൊക്കും, നാട്ടിൽ പോയവർക്ക് എന്ന് തിരികെ വരാനൊക്കും, മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ഒക്കെ എന്ന് നീ കാണാൻ പറ്റും എന്നീ ചോദ്യങ്ങളൊക്കെ എല്ലാവരുടെയും മുമ്പിലുള്ളതാണ്. ആകാംക്ഷകളും ആശങ്കകളും അനിശ്ചിതത്വവും ഒരുപക്ഷെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. നാട്ടിലും സ്ഥിതി വ്യത്യസ്തമൊന്നുമല്ല. ഇനി പ്രളയത്തിൻ്റെ കെടുതി ഉടനെ ഉണ്ടാകുമോ എന്നുള്ള ഭീതിയും കേരളത്തെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നുണ്ട്. വ്യക്തിപരമായി ഞാനും ലോക്ക്ഡൗൺ ജീവിതത്തിലാണ്. 2 മാസത്തിലേറെയായി എൻ്റെ അമ്മയും സഹോദരങ്ങളെയും ഒക്കെ കണ്ടിട്ട്. പക്ഷെ ഈ കാലത്തുകൂടി നാം കടന്നുപോയേ പറ്റൂ. പക്ഷെ ഒന്നുറപ്പാണ്, ഒരു വിശ്വാസി സമൂഹം എന്ന നിലയിൽ, ക്രൈസ്തവ സമൂഹം എന്ന നിലയിൽ നാം ഇതിനെ അതിജീവിക്കും. കാരണം അടിസ്ഥാനപരമായി നമ്മളൊരു ഈസ്റ്റർ സമൂഹമാണ്. വി ആർ ആൻ ഈസ്റ്റർ കമ്മ്യൂണിറ്റി. നമ്മുടെ വിശ്വാസമനുസരിച്ച് വെള്ളിയാഴ്ചയ്ക്ക് അപ്പുറത്ത് ഞായറാഴ്ച സുനിശ്ചിതമാണ്. കുരിശിനപ്പുറത്ത് കിരീടം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഉയർപ്പിൻ്റെ പ്രത്യാശ നമ്മെ മുന്നോട്ട് നയിക്കുന്നു. അതോടെ പ്രതീക്ഷ കൈവിടാതെ നമുക്ക് മുന്നോട്ട് നമ്മുടെ യാത്ര തുടരാം. ഒരു ചെറിയ സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വർഷത്തെ ഈസ്റ്റർ സന്ദേശം നൽകിയത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. നമുക്കറിയാം, സാധാരണ അദ്ദേഹം ഈസ്റ്റർ സന്ദേശം നൽകുമ്പോൾ റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ മുഴുവൻ ജനലക്ഷങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കും. എന്നാൽ ഈ വർഷം കോവിഡ് പശ്ചാത്തലത്തിൽ അദ്ദേഹം ഏകനായി നിന്നാണ് ഈസ്റ്റർ സന്ദേശം ലോകത്തിന് നൽകിയത്.
വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശാന്തമാക്കുന്ന ആ സംഭവത്തെ അധികരിച്ചാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വർഷത്തെ ഈസ്റ്റർ സന്ദേശം നൽകിയത്. നമുക്കറിയാം, ഒരു ദിവസം സന്ധ്യയായപ്പോൾ യേശുതമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരുമായി ഒരു പടകിൽ കയറി അക്കരയ്ക്ക് യാത്ര ചെയ്യുകയാണ്. പെട്ടെന്ന് അന്തരീക്ഷം മാറി, ചുഴലിക്കാറ്റുണ്ടായി, ആ പടക് ആടിയുലഞ്ഞു. വെള്ളം കയറി തങ്ങൾ മുങ്ങിപ്പോകുമെന്നുള്ള പേടിയിൽ ശിഷ്യന്മാർ ഉറങ്ങിക്കിടന്നിരുന്ന യേശുവിനെ വിളിച്ചുണർത്തുകയാണ്. അമരത്ത് തലയിണ വെച്ച് വിശ്രമിക്കുകയായിരുന്ന യേശുവിനെ അവർ വിളിച്ചുണർത്തി. 38-ാമത്തെ വാക്യത്തിൽ അവർ ഗുരുനാഥനോട് ചോദിക്കുകയാണ്, ഗുരുവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിഷമമില്ലയോ? Don't you care about us? Don't you see that we are going to perish? യേശുതമ്പുരാൻ പെട്ടെന്ന് എഴുന്നേറ്റ് കാറ്റിനോടും കടലിനോടും ശാന്തമാകുവാൻ കൽപ്പിക്കുകയും അവിടെ ശാന്തത ഉണ്ടാവുകയും ചെയ്യുന്നു. 40-ാമത്തെ വാക്യത്തിൽ യേശു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ? Why are you scared? Don't you have faith in me? ഈ കാലത്ത്, കോവിഡ് കാലത്ത് ചിന്തനീയമായ ഒരു വേദഭാഗമാണിത് എന്ന് ഞാനും ചിന്തിക്കുകയാണ്. മാർപ്പാപ്പ പറഞ്ഞതുപോലെ അപ്രതീക്ഷിതമായൊരു ചുഴലിക്കാറ്റ് യേശുവും ശിഷ്യന്മാരും സഞ്ചരിച്ച പടകിന് പ്രതിസന്ധി സൃഷ്ടിച്ചതുപോലെ അവിചാരിതമായ ഒരു സ്റ്റോം, ഒരു പ്രതിസന്ധി കോവിഡ് രൂപത്തിൽ ഇന്ന് നമ്മെ തുറച്ചു നോക്കുകയാണ്. നാം യാത്ര ചെയ്യുന്ന കപ്പൽ ആടി ഉലയുകയാണോ എന്നുള്ള ഭീതി, മുങ്ങിപ്പോകുമോ എന്നുള്ള ആകാംക്ഷ നമുക്കെല്ലാവർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ കാലത്തുണ്ട്. 35-ാമത്തെ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, സന്ധ്യയായപ്പോൾ. സന്ധ്യ ഇരുട്ടാണ്. ഇരുട്ടായപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരവസ്ഥയാണിത്. ജീവിതത്തിൽ ഇരുട്ട് വ്യാപരിക്കുന്നത് പോലെ ഈ കാലത്ത് നമുക്ക് തോന്നുകയാണ്. ആ അവസരത്തിലാണ് യേശുവും ശിഷ്യന്മാരും യാത്ര ചെയ്യുന്നത്. പെട്ടെന്ന് ചുഴലിക്കാറ്റുണ്ടാകുന്നു. നമ്മുടെ ജീവിതത്തിലും വിചാരിക്കാത്ത ഒരു നാഴികയിൽ ഈ രോഗാണു നമ്മുടെയൊക്കെ ജീവിതത്തെ മാറ്റിമറിച്ചിരിക്കുകയാണ്. എന്നാൽ യേശു കൂടെയുണ്ട്, അവൻ ഇമ്മാനുവേലാണ്. അപ്പോൾ ഭയപ്പെടേണ്ട എന്ന് നാം ഈ അവസരത്തിൽ ഓർക്കണം. യേശു തമ്പുരാൻ അമരത്തായിരുന്നു തലയണ വെച്ച് കിടന്നിരുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പടകിൻ്റെ അമരമാണ് ആദ്യം മുങ്ങുക. ഏറ്റവും റിസ്ക് ഉള്ള സ്ഥലത്താണ് യേശു തമ്പുരാൻ ആയിരുന്നത്. അതൊരു വലിയ സന്ദേശമാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന കപ്പലിൽ, നമ്മുടെ ജീവിതയാത്രയിൽ യേശു തമ്പുരാൻ ഒപ്പമുണ്ടെന്ന് മാത്രമല്ല, നമുക്കൊരപകടം വന്നാൽ നമ്മളെക്കാൾ അപകട സാധ്യതയുള്ളിടത്തിരുന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ് യേശു ക്രിസ്തു. കുരിശിൻ്റെ സഹനത്തിൽ കൂടി നാം കടന്നു പോകുമ്പോൾ നമ്മളെക്കാൾ മുമ്പേ കുരിശിൻ്റെ സഹനത്തിൻ്റെ തീവ്രത മുഴുവൻ യേശു അനുഭവിച്ചവനാണ്. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? Why are you afraid? യേശു കൂടെയുള്ളപ്പോൾ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയാണ്. എന്നാൽ ഇത് പറയാൻ എളുപ്പമാണ്, പ്രാവർത്തികമാക്കുവാൻ പ്രയാസവുമാണ്. എൻ്റെ തന്നെ ഒരനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം.
ദോഹ പള്ളിയിലെ എല്ലാവർക്കും ഇതറിയാം. ദോഹ പള്ളിയിലെ ചില കാര്യങ്ങൾ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ തിരുമനസ്സുമായിട്ട് സംസാരിക്കുവാനായിട്ട് ഞാനും ദോഹപ്പള്ളി വികാരി ബഹുമാനപ്പെട്ട മത്യാസച്ചനും അവിടുത്തെ ഭരണസമിതിയിലെ 3-4 പേരും ഒരുമിച്ച് ഞങ്ങൾ ഒരു ദിവസം ദോഹയിൽ നിന്ന് ബെയ്റൂട്ടിലേക്ക് യാത്ര ചെയ്തു, ഖത്തർ എയർവേസിൽ. എന്നാൽ ആ യാത്രയ്ക്കിടയിലുണ്ടായൊരു സംഭവം ഞങ്ങളെയൊക്കെ വല്ലാതെ പരിഭ്രമിപ്പിച്ചു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് ഏകദേശം 1/4 മണിക്കൂർ മുമ്പ് അന്തരീക്ഷം പെട്ടെന്ന് കാർമേഘാവൃതമായി, വലിയ കാറ്റും കോളുമൊക്കെയായി. ടർബുലന്റ് കണ്ടീഷനായിരുന്നു. ഒത്തിരി യാത്ര ചെയ്തിട്ടുള്ള എനിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എയർ പോക്കറ്റിലൊക്കെ ഫ്ലൈറ്റ് വീഴുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര തീവ്രമായ ഒരു അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നത്. അക്ഷരാർത്ഥത്തിൽ ഞങ്ങളുടെ ഫ്ലൈറ്റ് ആടി ഉലയുകയാണ് അന്തരീക്ഷത്തിൽ. ഏത് സമയവും നിലം പതിക്കാമെന്നുള്ള രീതിയിലാണ് ഫ്ലൈറ്റിൻ്റെ സഞ്ചാരം. ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാവരും, പലരും നിലവിളിക്കുന്നുണ്ട്, എല്ലാവരും പ്രാർത്ഥിച്ച് ദൈവത്തോട് അപേക്ഷിക്കുകയാണ് രക്ഷിക്കണേ എന്ന്. എനിക്കും ഭീതിയുണ്ടായി, ഭയമുണ്ടായി. മരണത്തെക്കുറിച്ച് പോലും പലരും ചിന്തിച്ചിട്ടുണ്ടാവും, ഞാൻ ഉൾപ്പെടെ. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് വല്ലാത്തൊരു അനുഭവമായിരുന്നു. ക്രാഷ് ലാൻഡ് ചെയ്യാൻ പോവുകയാണെന്നുള്ള ഒരു പ്രതീതിയാണ് ഉണ്ടായത്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് റൺവേയിൽ മുട്ടുമ്പോൾ വലിയൊരു ശബ്ദമുണ്ടായി. പക്ഷെ അതേ മാത്രയിൽ തന്നെ ഫ്ലൈറ്റ് വീണ്ടും ടേക്ക് ഓഫ് ചെയ്ത് ഉയരത്തിലേക്ക് പോകുകയാണ്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ്. പക്ഷെ വീണ്ടും ആ ഫ്ലൈറ്റ് പൊങ്ങിയില്ലായിരുന്നുവെങ്കിൽ ആ ഫ്ലൈറ്റ് റൺവേയിൽ തകർന്നു വീഴുമായിരുന്നു. പിന്നീട് വീണ്ടും ഫ്ലൈറ്റ് പൊങ്ങി ആകാശത്ത് വീണ്ടും 1.5 മണിക്കൂറോളം കറങ്ങുകയാണ്. ഇതിനിടയിൽ പല പ്രാവശ്യം ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും അന്തരീക്ഷം അനുവദിച്ചില്ല. ആടി ഉലയുന്ന ഫ്ലൈറ്റിൽ ഞങ്ങൾ പേടിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുകയാണ്. ദൈവത്തോട് കൂടുതൽ അടുത്തും പ്രാർത്ഥിച്ചും ശുദ്ധമുള്ള ഭാവ എന്നുള്ള പ്രാർത്ഥന എത്ര പ്രാവശ്യം ഉരുവിട്ടു എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷെ ദൈവത്തെ മുറുകെ പിടിച്ച്, കർത്താവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥനയിൽ അഭയപ്പെട്ട് ഞങ്ങളെ യാത്ര തുടർന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ പൈലറ്റുമാരുടെ സമചിത്തതയോടുള്ള ആ പ്രവർത്തനങ്ങൾ കൊണ്ടുമൊക്കെ വളരെ വിഷമിച്ചാണെങ്കിലും സേഫായിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ഞങ്ങൾ സുരക്ഷിതരായിട്ട് അവിടെ ഇറങ്ങി. ഞാനിത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനുള്ള കാരണം, പടകിൽ ശിഷ്യന്മാർ പരിഭ്രമിച്ചപ്പോഴും അവരെ ധൈര്യപ്പെടുത്തി ആ പടകിനെ ശാന്തമാക്കിയ, കടലിനെയും കാറ്റിനെയും ശാന്തമാക്കിയ കർത്താവ് നമ്മുടെ ജീവിത യാത്രയിലും എപ്പോഴും നമ്മളോടൊപ്പമുണ്ട് എന്നുള്ള ഉറപ്പ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിനാണ്. അവൻ സമീപസ്ഥനാണ്, അവൻ ഇമ്മാനുവേലാണ്, ദൈവം കൂടെ വസിക്കുന്നവനാണ്. അതുകൊണ്ട് എത്ര കാറ്റും കോളും നമ്മുടെ ജീവിതത്തിൽ, എത്ര പ്രതിസന്ധി ഉണ്ടായാലും കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തുന്ന ദൈവം നമ്മുടെ രക്ഷകനാണെന്നുള്ള ചിന്ത നമ്മുടെ എല്ലാ ആകുലതകളെയും പ്രയാസങ്ങളെയും അതിജീവിക്കുവാനും മറികടക്കുവാനുമുള്ള ശക്തിയും ധൈര്യവും സ്ഥൈര്യവും നമുക്ക് നൽകും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. ഞാനിത് പറഞ്ഞത് ജീവിതത്തിലെ പ്രതിസന്ധി, ദുർഘടാവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ ദൈവത്തെ വിളിച്ചുണർത്തുവാനും വിളിച്ചപേക്ഷിക്കുവാനുള്ളൊരവസരം കൂടെയാണത്. പടകിൽ ശിഷ്യന്മാർ മുമ്പിൽ ദുരന്തം കണ്ടപ്പോൾ കർത്താവിനെ വിളിച്ചുണർത്തി അവനോട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. ഫ്ലൈറ്റിൽ പേടിച്ചിരിക്കുമ്പോൾ ഞങ്ങളും ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ഈ ഘട്ടത്തിൽ ഞാനും നിങ്ങളും ചെയ്യേണ്ടത് മറ്റൊന്നല്ല, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാനും മുട്ടിപ്പായി പ്രാർത്ഥിക്കുവാനുള്ളൊരവസരമാണ്. അവൻ നമ്മളെ കൈവിടുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യം, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. കർത്താവ് മാർത്തയോട് പറയുന്ന വാക്കുകളാണ്.
നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞ മാർത്തയോട്, നീ വിശ്വസിക്കുക, എങ്കിൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. യു ട്രസ്റ്റ് ഇൻ മീ, യു ബിലീവ് ഇൻ മീ, then you shall see the glory of God. അവൾ വിശ്വസിച്ചു, ദൈവത്തിൻ്റെ മഹത്വം കണ്ടു. ലാസർ ഉയർത്തെഴുന്നേറ്റു. മരണം തോൽവി സമ്മതിച്ച് ജീവന്റെ ആഘോഷം നടക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ മഗ്ദലന മറിയമും യാക്കോബിന്റെ അമ്മ മറിയമും സലോമയും നമ്മുടെ കർത്താവിനെ കബറടക്കിയിരുന്ന ഖബറിന്റെ മുമ്പിലേക്ക് ഞായറാഴ്ച ദിവസം രാവിലെ പോവുകയാണ്. അവരുടെ യാത്രയിൽ അവരുടെ ഒരു ആകുലത, അവരുടെ ഒരു ആശങ്ക അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നുണ്ട്, ഹൂ വിൽ റോൾ ദ സ്റ്റോൺ അവേ? ഈ കല്ല് ആരുരുട്ടി മാറ്റും? കർത്താവിൻ്റെ കബറിൻ്റെ മുമ്പിൽ വെച്ചിരുന്ന കല്ല് വലിപ്പമുള്ള ഒരു വലിയ കല്ലായിരുന്നു. അതാരുരുട്ടി മാറ്റുമെന്നുള്ള ആശങ്ക അവർക്കുണ്ടായിരുന്നുവെങ്കിലും 4-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, അവരവിടെ ചെല്ലുമ്പോഴത്തേക്കും ആ കല്ല് അവിടെ ഉണ്ടായിരുന്നില്ല. അത് അപ്രത്യക്ഷമായിരുന്നു എന്ന് മാത്രമല്ല, കർത്താവ് ഉയർത്തെഴുന്നേറ്റിരുന്നു. 2-ാമത്തെ വാക്യത്തിൽ ശ്രദ്ധേയമായ ഒരു പദപ്രയോഗമുണ്ട്. അതിരാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ അവര് കർത്താവിൻ്റെ കബറിങ്കലേക്ക് പോയി എന്നാണ്. കാറ്റിനെയും കടലിനെയും ശാസിക്കുന്ന ഭാഗത്ത് ആ വേദഭാഗം ആരംഭിക്കുന്നത് സന്ധ്യയായപ്പോൾ. ഇവിടെ അതിരാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ. നമ്മുടെ ജീവിതത്തിൻ്റെ സന്ധ്യകൾ മാറും. അതിനു പകരം സൂര്യൻ ഉദിക്കുന്ന പ്രഭാതങ്ങൾ നമുക്ക് ദൈവം തരും. ഇരുട്ട് മാറി വെളിച്ചം വരും. ഉയർപ്പിൻ്റെ അനുഭവം ഉണ്ടാകും. നമ്മൾ അതിജീവിക്കും. ദൈവത്തിലേക്കും ദൈവത്തിൻ്റെ വചനത്തിലേക്കും തിരിച്ചു വരുവാനും കൂടുതൽ അടുക്കുവാനുമുള്ളൊരവസരമായിട്ട് നമുക്ക് ഈ പ്രതിസന്ധിയെ ഉപയോഗപ്പെടുത്തണം. മാർത്തയുടെ മേരിയുടെ ഭവനത്തിലേക്ക് കർത്താവ് കടന്നു ചെല്ലുമ്പോൾ കർത്താവിനെ പരിചരിക്കുവാനായിട്ട് അടുക്കളയിൽ ബുദ്ധിമുട്ടുന്ന മാർത്ത, മറിയയാകട്ടെ കർത്താവിൻ്റെ പാദപീഠ ഇരുന്ന് അവനിൽ നിന്ന് വചനം പഠിക്കുകയും ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. കർത്താവ് മാർത്തയോട് പറഞ്ഞു, മാർത്തേ മാർത്തേ, നീ പല കാര്യങ്ങളെ ചൊല്ലി വിഷമിക്കുന്നു. ഒന്നേ വേണ്ടൂ, മറിയം നല്ല പങ്കിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാനും നിങ്ങളുമൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പല കാര്യങ്ങളെയും ചൊല്ലി വ്യാപൃതരായിരുന്നു. അതിനിടയിൽ ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുവാനും അതിനോട് കൂടുതൽ അടുക്കുവാനും നമ്മൾ സമയം കണ്ടെത്തിയില്ല എന്നുള്ളതൊരു പരിമിതിയാണ്. അതിന് പ്രായശ്ചിത്തം ചെയ്യുവാൻ, ഈ കാലത്ത് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് മറിയയെപ്പോലെ വചനം ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള ഒരവസരമായിട്ട് നമുക്കിതിനെ രൂപാന്തരപ്പെടുത്തണം. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകുവാനും വീടുകൾ ആരാധനാലയങ്ങളായി മാറുവാനും നമുക്ക് ഈ പ്രതിസന്ധിയെ ഉപയോഗിക്കാം. 1 പത്രോസ് 5:7 നാം വായിക്കുന്നുണ്ട്, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താ ആകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 35 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇതേ സന്ദേശം ലഭിക്കുന്നു. മരണത്തിനോ ദൂതനോ വാഴ്ചയ്ക്കോ അധികാരങ്ങൾക്കോ പട്ടിണിക്കോ രോഗത്തിനോ ഒന്നും ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റുവാൻ സാധ്യമല്ല എന്നും നാമോ നമ്മെ സ്നേഹിച്ചുവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ വിജയം പ്രാപിക്കുമെന്നുള്ള അഷ്വറൻസ്, ഉറപ്പ് നമുക്കവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി ലഭിക്കുന്നുണ്ട്. അവിടെ എല്ലാ സന്ധികളും മാറി പ്രഭാതം ഉദിക്കുമെന്നുള്ള പ്രത്യാശ നമ്മൾ കൈവിടരുത്. ബെന്യാമിൻ്റെ ആടുജീവിതം
വായിച്ച ഓർമ്മ നിങ്ങൾക്കുണ്ടാകുമല്ലോ. നജീബ് എന്ന കഥാപാത്രം ഒരു മരുഭൂയാത്രയിലാണ്. നിങ്ങളിൽ പലരെയും പോലെ ഒരു ഉപജീവന മാർഗത്തിനായി നല്ല നാളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ പേറി മരുഭൂമിയിൽ നാട്ടിൽ നിന്നെത്തിയതാണ് നജീബ്. പക്ഷേ വിധി വൈപരീത്യത്താൽ നജീബ് ഒരു ദുരിതക്കയത്തിൽ മുങ്ങിത്താണ്. ആടുജീവിതമാണ് അദ്ദേഹം നയിക്കുന്നത്. ആടുകളെ പരിപാലിക്കുവാൻ നിയോഗിക്കപ്പെട്ടവൻ ആടുകളേക്കാൾ, മൃഗങ്ങളെക്കാൾ മോശമായ ജീവിതം നയിക്കേണ്ടി വന്നു. പട്ടിണിയായി, പരിവട്ടമായി, സ്വാതന്ത്ര്യമില്ല, ചൂഷണം ചെയ്യപ്പെടുന്നു, ഒറ്റപ്പെടുന്നു. എന്നാൽ അതിൻ്റെ എല്ലാ മധ്യത്തിലും തോറ്റുകൊടുക്കുവാൻ, മരണത്തിന് കീഴ്പ്പെടുവാൻ നജീബ് തയ്യാറാവുന്നില്ല. ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയുടെ ശക്തിയിൽ ജീവിത സമരവുമായി നജീബ് മരുഭൂമിയിൽ യാത്ര തുടരുകയാണ്. ദൈവമായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹയാത്രികൻ. പ്രാർത്ഥനയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏക ആയുധം. അത് വെച്ച് അദ്ദേഹം മരുഭൂമിയിൽ പടവെട്ടി. അവൻ പിടികൊടുത്തില്ല. മഴയ്ക്ക് ശേഷം വരണ്ട മണ്ണിന് മേലെ പൊന്തി വന്ന പച്ച വിരിപ്പുകളിൽ ഒരു കുഞ്ഞു ചെടി നജീബിന് ആത്മവിശ്വാസം പകരുകയാണ്. നജീബേ, നിന്റെ ജീവനെ അടക്കിപ്പിടിച്ച് ഈ മരുഭൂമിയോട് നീ മല്ലിടുക. തീക്കാറ്റും വെയിൽ നാളവും നിന്നെ കടന്നു പോകും. നീ അവയ്ക്ക് മുമ്പിൽ കീഴടങ്ങരുത്. അത് നിന്റെ ജീവനെ ചോദിക്കും, പക്ഷെ നീ വിട്ടുകൊടുക്കരുത്. അവനങ്ങനെ മരുഭൂയാത്ര തുടരുകയാണ്. വിശ്വാസികളുടെ ജീവിതവും ഇതിന് സമാനമാണ്. നാം പാടുന്നത് ഇപ്രകാരമാണല്ലോ: മരുഭൂയാത്ര അതികഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. മരുഭൂയാത്ര അതികഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണ എന്നെ അനുദിനം വഴി നടത്തും. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണ എന്നെ അനുദിനം വഴി നടത്തും. മരുഭൂയാത്ര കഠിനമാണ്. അനുനിമിഷം പ്രതികൂലങ്ങൾ നമ്മെ പിന്തുടരും. എന്നാൽ അതിൻ്റെ എല്ലാ മധ്യത്തിലും പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും നമ്മുടെ ദൈവം, കർത്താവ് നമ്മോട് കൂടെ സഞ്ചരിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ പ്രത്യാശ. അവൻ ഇമ്മാനുവേലാണ്, ദൈവം കൂടെ വസിക്കുന്നു. ബെന്യാമീൻ വീണ്ടും ആടുജീവിതത്തിൽ നജീബിൽ കൂടി നമ്മെ അനുസ്മരിപ്പിക്കുന്നു. ഏതു സങ്കടത്തിൽ നിന്നും കരകയറുവാനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മളെക്കാൾ സങ്കടമുള്ളവരുടെ സങ്കടകഥകൾ കേൾക്കുക എന്നുള്ളതാണ്. ഏതു സങ്കടത്തിൽ നിന്നും കരകയറുവാനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മളെക്കാൾ സങ്കടമുള്ളവരുടെ സങ്കടകഥകൾ കേൾക്കുക എന്നതാണ്. നിങ്ങൾക്കവിടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും നിങ്ങളെക്കാൾ ബുദ്ധിമുട്ടുന്നവരെ കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കുക. ഉദാഹരണത്തിന്, നാട്ടിലെ സ്വന്തം വീട്ടിലെത്തിച്ചേരുവാനായിട്ട് ആകാംക്ഷയോടുകൂടി, കൊതിയോടുകൂടി മൈലുകൾ സഞ്ചരിച്ച് 500, 600, 1000 മൈലുകൾ സഞ്ചരിച്ച് പലായനം ചെയ്യുന്ന, നടന്നു നീങ്ങുന്ന തൊഴിലാളികളെ കുറിച്ചൊരു നിമിഷം ചിന്തിക്കുക. 400, 500 കിലോമീറ്റർ നടന്ന് തളർന്ന് രാത്രി റെയിൽവേ ട്രാക്കിൽ അല്പം വിശ്രമിക്കുവാനായിട്ട് കിടന്നവരുടെ പുറത്തുകൂടി ട്രെയിൻ കയറി ഇറങ്ങി അങ്ങനെ മരിച്ചുപോയവരെ കുറിച്ച് ചിന്തിക്കുക. ഈ ലോക്ക്ഡൗൺ കാലത്തും ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്ന എത്രയോ പേര് നാട്ടിലുണ്ട്. തലയ്ക്ക് മുകളിൽ ചോരാത്ത കൂരയുള്ള എത്ര പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ.
അവരുടെയൊക്കെ ജീവിതം എത്ര ദുസ്സഹമാണ് ഈ കാലത്ത് എന്ന് ഒരു നിമിഷം ചിന്തിക്കുക. ഈ കാലത്ത് മരിച്ചുപോയവർ, പലായനം ചെയ്യുന്ന തൊഴിലാളികൾ, പട്ടിണി കിടക്കുന്നവർ, അവരെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ സങ്കടം കുറയും. നമ്മളെക്കാൾ നൊമ്പരപ്പെടുന്നവരും പ്രയാസപ്പെടുന്നവരും നമുക്ക് ചുറ്റുമുണ്ടെന്നുള്ള ബോധ്യത്തിൽ അവരുടെ സങ്കടങ്ങളിലും ദുരിതങ്ങളിലും പങ്കുചേരുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾക്കും കുറവുണ്ടാകും. നമ്മുടെ പള്ളിയിലും പുറത്തും നമുക്കറിയാവുന്നവരുടെ ഇടയിലുമൊക്കെ സാമ്പത്തികമായി മാനസികമായി നമ്മളെക്കാൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരുതുവാനും അവരുമായി കൂട്ടായ്മ ആചരിക്കുന്നതിനും നമുക്കുള്ളത് പങ്കിടുന്നതിനുമൊക്കെ ഈ കാലത്ത് നമുക്ക് സാധിക്കട്ടെ. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മോട് പറയുന്നു, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ. ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ ഭാരങ്ങൾ അല്പം വഹിക്കുവാൻ, മാനസിക പ്രയാസങ്ങളാകട്ടെ സാമ്പത്തിക പ്രയാസങ്ങളാകട്ടെ, അതിൽ പങ്കുചേരുവാൻ നമുക്കും ഈ കാലത്ത് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള, ഫിസിക്കലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ വഹിച്ചു കൊണ്ടുപോകുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ ചുമലിലേന്തിയാണ് നടന്നു പോകുന്നത്. ഇത് കണ്ട് വഴിയിൽ നിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നല്ല ഭാരമാണല്ലേ, നല്ല ഭാരമാണല്ലേ? അപ്പോൾ ആ മനുഷ്യൻ ഉത്തരമായിട്ട് പറയുകയാണ്, ഇത് ഭാരമല്ല, ഇതെൻ്റെ അനുജനാണ്, ഇത് ഭാരമല്ല, ഇതെൻ്റെ അനുജനാണ്. അതൊരു വലിയ സന്ദേശമാണ്. നമ്മുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും എന്തെങ്കിലും പ്രയാസങ്ങളും ഭാരങ്ങളുമൊക്കെ ഈ കാലത്തുണ്ടായാൽ അത് വഹിക്കുവാനുള്ള ബാധ്യത നമ്മുടേത് കൂടെയാണ് എന്ന് ചിന്തിക്കുവാൻ സാധിക്കട്ടെ. അത് ഏറ്റവും നല്ല ആരാധനയായിട്ട് മാറും. മറ്റുള്ളവരുടെ കുരിശിൻ്റെ ഒരംശം പേറുന്നത് ഈ കാലത്തെ ഏറ്റവും അർത്ഥവത്തായ ആരാധനയാണെന്ന് തിരിച്ചറിഞ്ഞ് സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം ഒരുമിച്ച് പങ്കിടുവാൻ ഈ കാലത്ത് ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ശരീരം കൊണ്ടല്പം ദൂരത്താണെങ്കിലും മനസ്സുകൊണ്ടും പ്രാർത്ഥനയുടെ ആത്മാവിലും നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും ഞാനും പങ്കുചേരുന്നു. ഈ സന്ധ്യ പെട്ടെന്ന് മാറി പ്രഭാതത്തിന് വഴിമാറട്ടെ. ഈ കുരിശു മാറി കിരീടം പ്രാപിക്കുവാൻ, ഉയർപ്പിൻ്റെ അനുഭവത്തിലേക്ക് വരുവാൻ, ഇതെല്ലാം അതിജീവിക്കുവാൻ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ദൈവം കൃപ ചെയ്ത് സഹായിക്കട്ടെ എന്ന് ഞാനും നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ബലഹീന എന്നെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളെയും ഞാൻ നിരന്തരമായി ആരാധനയിലും പ്രാർത്ഥനകളിലും ഓർക്കുന്നുണ്ട് എന്നൊരിക്കൽ കൂടി ഉറപ്പ് നൽകുകയാണ്. നിങ്ങളുടെ വൈദികരും നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ദൂതുകളും പ്രാർത്ഥനാ സഹായങ്ങളും നൽകുവാനായിട്ട് തയ്യാറാണ്. അവരെയും നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ നമ്മുടെ കർത്താവ്, അമരത്ത് പടകിൽ നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്ന കർത്താവ് ഈ പ്രതിസന്ധിയിലും നമ്മോടൊപ്പം ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുവാൻ, അവൻ നമ്മോട് കൂടെയുള്ള ദൈവം ഇമ്മാനുവേൽ ആണെന്ന് തിരിച്ചറിഞ്ഞ് അവനോട് കൂടുതൽ അടുക്കുവാനും സമീപസ്ഥനാകുവാനും പ്രാർത്ഥനയുടെ ആത്മാവിൽ മുന്നോട്ട് പോകുവാനും പ്രതീക്ഷയുടെയും ആശ്വാസത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും നാളുകൾ ലോകത്തിനാകമാനവും നമുക്കെല്ലാവർക്കും ദൈവം പ്രദാനം ചെയ്യുവാൻ ഇടയാകട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുകയും നിങ്ങളായിരിക്കുന്ന ആ രാജ്യത്തെ നിയമങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കൃത്യമായി പാലിച്ച് ഈ പ്രതിസന്ധിയെ നേരിടുവാൻ തക്കവണ്ണം ആത്മീയമായ
വിശ്വാസത്തിൻ്റെ ബലം ധരിക്കുവാൻ ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ, കർത്താവ് കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ ആത്മീയ ശുശ്രൂഷകൻ ഗീവർഗീസ് കുറിലോസ്.